ഭൗമസൂചികയിൽ ഇടം പിടിച്ച കുറ്റിയാട്ടൂർ മാങ്ങയുടെ ഉൽപാദനത്തിൽ ഇത്തവണ ഗണ്യമായ കുറവ്. ഇതോടെ 5 പഞ്ചായത്തുകളിലെ കർഷകരുടെ പ്രതീക്ഷയും വരുമാനവുമാണ് ഇല്ലാതായത്. വൈകിപ്പൂത്ത മാമ്പഴത്തിന് ഇത്തവണ വിലയും കൂടുമെന്ന് കർഷകർ പറയുന്നു. മയ്യിൽ, മലപ്പട്ടം, കൊളച്ചേരി, കുറ്റിയാട്ടൂർ, കൂടാളി, നാറാത്ത് പഞ്ചായത്തുകളായി പടർന്ന് പന്തലിച്ച് നിന്നിരുന്ന കുറ്റിയാട്ടൂർ മാവുകൾ ഇത്തവണ ഇതുവരെയും പൂത്തില്ല. കഴിഞ്ഞ വർഷം ഈ സമയത്ത് മാങ്ങ വിൽപ്പന നടത്തിയിരുന്നു. ഭൗമസൂചികയിൽ ഇടം പിടിച്ച കുറ്റിയാട്ടൂർ മാങ്ങയുടെ ഉൽപാദനത്തിൽ ഇത്തവണ ഗണ്യമായ കുറവാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനം മൂലം വിളവിൽ 80% കുറവുണ്ടായിരിക്കുന്നത്. പക്ഷേ ഇത്തവണ എന്നല്ല, കഴിഞ്ഞ 2-3 വർഷക്കാലമായി കാലാവസ്ഥയിൽ വരുന്ന വലിയൊരു മാറ്റം ഈ കുറ്റിയാട്ടൂർ മാമ്പഴത്തെ വളരെ പ്രതികൂലമായിട്ടാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും വിചാരിക്കുന്നത് അടുത്ത വർഷം മെച്ചപ്പെട്ട വിളവുണ്ടാകും എന്നുള്ളതാണ്. പക്ഷേ ഇത്തവണ നവംബർ മാസം പെയ്തിട്ടുള്ള ഒരാഴ്ച കാലത്തെ മഴ പൂവിട്ടിട്ടുള്ള പൂക്കൾ മുഴുവൻ കൊഴിഞ്ഞു പോകുന്നൊരു നിലയുണ്ടായി. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ഇത്തവണ പൂക്കേണ്ടുന്ന ഭൂരിഭാഗം വരുന്ന മാവും തളിർത്ത് പോകുന്നൊരു നിലയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഇടിവ് ഈ മാമ്പഴത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇതിനകം തന്നെ 1000 ടൺ മാങ്ങയെങ്കിലും ലഭിക്കേണ്ടതാണ്. വൈകി കായ്ക്കുന്ന മാങ്ങകൾ മഴ പെയ്താൽ നശിച്ചു പോകുമെന്നതിനാൽ ആശങ്കയിലാണ് കർഷകർ. സംസ്ഥാനത്തിനകത്തും പുറത്തും ഏറെ ഡിമാൻഡുള്ള കുറ്റിയാട്ടൂർ മാമ്പഴം വിപണിയിലെത്തണമെങ്കിൽ ഇനിയും കാത്തിരിക്കേണ്ടി വരും. 5 പഞ്ചായത്തിലുള്ളവരുടെ പ്രതീക്ഷയും വരുമാനവുമാണ് കാലാവസ്ഥാ മാറ്റത്തിലൂടെ ഇല്ലാതായിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.